السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता खुतबे में जिक्र हुआ था कि हज़रत मसीह मौऊद अलैहिस्सलाम കഴിഞ്ഞ ഖുത്ബയിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ ലയിപ്പിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കി വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ തൗഹീദിനെ മനസ്സിലാക്കി. കാരണം തൗഹീദിന്റെ യഥാർത്ഥ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീലയില്ലാതെ മനസ്സിലാവുകയില്ല, വിശുദ്ധ ഖുർആന്റെ അറിവും ലഭിക്കുകയില്ല തിരുനബിയുടെ വസീലയില്ലാതെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും മനസ്സിലാക്കേണ്ടതും നിർബന്ധമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായതും യഥാർത്ഥവുമായ പ്രവർത്തന മാതൃക. ഏതായിരുന്നാലും ഇന്ന് ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതാണ്. തൗഹീദിനെ കുറിച്ച് ആ മഹാത്മാവ് പറഞ്ഞതാണിത്. സത്യമായ തൗഹീദ് എന്താണ്? തൗഹീദിന്റെ യാഥാർത്ഥ്യമെന്ത്? എങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ തൗഹീദ് വിശ്വാസിയായി മനുഷ്യൻ മാറുന്നത്? സൂറ നാസിന്റെ വ്യാഖ്യാനത്തിൽ ഇലാഹിന്നാസിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പറയുന്നു. മഹാത്മാവ് പറയുകയാണ്, മുമ്പുള്ളൊരു വിഷയം ഇവിടെ തുടർന്നു വരുന്നു. മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്നീ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു റബ്ബിന്നാസ് എന്ന് പറഞ്ഞു, തുടർന്ന് മലിക്കിന്നാസ്, അവസാനം ഇലാഹിന്നാസ്. യഥാർത്ഥ ലക്ഷ്യവും ആവശ്യവും മനുഷ്യന്റേതാണിത്. ഇലാഹിന്നാസ് ആണ് മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം. അതിനെയാണ് മനുഷ്യൻ അന്വേഷിക്കേണ്ടത്, അതാണാകേണ്ടത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനം, ആരാധ്യൻ, തേടുന്നത് എന്നാണ് നാം കരസ്ഥമാക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് അതായിരിക്കണം, അത് കരസ്ഥമാക്കേണ്ട നിർബന്ധമാണ്. അവിടെ വരെ എത്താനായി ഒരു മുസ്ലിം ശ്രമിക്കേണ്ടതാണ്, ഒരു ഏകദൈവ വിശ്വാസിക്ക് പരിശ്രമിക്കേണ്ടതായിരിക്കുന്നു. ഇതാണ് നാം അന്വേഷിക്കുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഖ്സൂദ്, മഹ്മൂദ്, മത്ലൂബ്
എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ലി വലാ മഖ്സൂദ ലി വലാ മത്ലൂബ ലി ഇല്ലല്ലാഹ് എന്നാണ്. कोई मतलब नहीं, അല്ലാഹു അല്ലാതെ എനിക്ക് മറ്റു ലക്ഷ്യമില്ല, മറ്റൊന്നിനെയും തേടുന്നില്ല, മറ്റൊരു ആരാധ്യനുമില്ല. सताइश का मुस्तहिक ഇതാണ് ശരിയായ തൗഹീദ്. പ്രശംസകളും പുകഴ്ത്തലും എല്ലാം അള്ളാഹുവിനാണ്. की तरफ ही मंसूब की जाए, അള്ളാഹുവിന് തന്നെയായിരിക്കും എല്ലാ സ്തുതിയും. जो तारीफें अल्लाह ताला की तरफ ही जाए, അള്ളാഹുവിലേക്ക് എല്ലാ സ്തുതികളും और यही हकीकत എത്തണം. ഇതാണ് യഥാർത്ഥ തൗഹീദ്. कि तौहीद तभी पूरी होती है പറയുന്നു, कि कुल मुरादों का मुअत्ती തൗഹീദ് പൂർത്തിയാകുന്ന അത് और मदावा वो എല്ലാ ആഗ്രഹങ്ങളും वाहिद हो। നൽകുന്നവനും എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകുന്നവനും ആശ്രയിക്കപ്പെടുന്നവനും ആ ഏകനായ അസ്തിത്വമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ഇതാണ്. സൂഫികൾ ഇലാഹ് എന്ന വാക്കിന് മഹബൂബ്, മഖ്സൂദ്, മഹബൂബ് എന്നാണ് അർത്ഥം നൽകിയത്. സത്യം ഇത് തന്നെയാണ്. മനുഷ്യൻ പൂർണ്ണമായ രീതിയിൽ ഇതനുസരിച്ച് സജീവമായി പ്രവർത്തിക്കുന്നില്ലയോ അതുവരെ ഇസ്ലാമിന്റെ മഹത്വവും പ്രതാപവും നിലനിൽക്കുന്നതല്ല. तभी इस्लाम की मोहब्बत ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതനുസരിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇസ്ലാമിന്റെ സ്നേഹവും മഹത്വവും നിലനിൽക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ വെറും വാചക കസർത്തുകളായിരിക്കും. आला और अकमल तालीम के बारे में फरमाया പറയുന്നു, कि ये ഇസ്ലാമിന്റെ മഹത്തായ അധ്യാപനങ്ങളെ കുറിച്ച് പറയുന്നു. ഇസ്ലാം മുഖേന ये खुदा മുസ്ലിങ്ങൾക്ക് ലഭിച്ചത് काम के जरिए मुसलमानों को मिला, അള്ളാഹുവിന്റെ ഫളിലാണ്. तो रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम लेकर आए। ഈ ഫളിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. और नाज का मौका है, ഏത് രീതിയിൽ നോക്കിയാലും മുസ്ലിങ്ങൾക്ക് ഇവിടെ അഭിമാനം കൊള്ളാവുന്ന ഒന്നാണ്. മുസ്ലിങ്ങളുടെ ദൈവം കല്ലോ മരമോ മൃഗമോ നക്ഷത്രമോ മുതലായവ जिसने जमीनों आसमान को മറ്റ് മരിച്ച മനുഷ്യനോ അല്ല. അവൻ സർവശക്തിമാനായ ദൈവമാണ്. അവൻ ആകാശഭൂമിയിലും അവയ്ക്കിടയിലുള്ള സകലിനെയും സൃഷ്ടിച്ചവനാണ്. ഹയ്യോ കയ്യൂമാണ്. മുസ്ലിങ്ങളുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹത്തിന്റെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും വ്യാപ്തി ഖിയാമത്ത് നാൾ വരെയുണ്ട്. नहीं बल्कि उसके समरा തിരുനബിയുടെ റിസാലത്ത് ജീവനില്ലാത്തതല്ല, മറിച്ച് അതിന്റെ ഫലങ്ങളും അനുഗ്രഹങ്ങളും की सदाकत की പുതിയ രീതിയിൽ എല്ലാ കാലത്തും കാണാൻ സാധിക്കും. അത് അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിന് എല്ലാ കാലത്തേക്കുമുള്ള തെളിവാണ്. ഈ കാലത്തും അള്ളാഹു തെളിവുകളും അനുഗ്രഹങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. മസീഹ് മൗദിനെ അയച്ചുകൊണ്ട് മുഹമ്മദ് നബുവത്തിന്റെ തെളിവ് ഇന്നും നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ക്ഷണം പൊതുവിലുള്ളതാണ്. അത് മുഴു ലോകത്തിനു വേണ്ടിയുള്ളതാണ്. പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. നീ പറയുക, ജനങ്ങളെ നിങ്ങളിൽ എല്ലാവർക്കും ഉള്ള പ്രവാചകനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. दुनिया की तरफ सिर्फ रहमत बनाकर भेजा। നിന്നെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. किताब दी तो ऐसी कामिल और മുസ്ലിങ്ങൾക്ക് नहीं ഗ്രന്ഥം നൽകപ്പെട്ടു. അത് സമ്പൂർണമാണ്. അത് സുദൃഢവും ഖണ്ഡിതവുമായ കൽപ്പനകൾ അടങ്ങുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ എന്നെന്നും നിലനിൽക്കുന്ന കൽപ്പനകളുണ്ട്. ഫിയാ കുത്തുബുൻ കയ്യിമ. किताबें तो മറ്റു ഗ്രന്ഥങ്ങൾ सिर्फ किस्से हैं जो अब किस्से रह गए हैं। വെറും ऐसी सदाकत കഥകളായി അവശേഷിച്ചിരിക്കുന്നു. സ്ഥായിയായി നിലനിൽക്കുന്ന സത്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. मुफस्सल मिजान അത് ആയാത്തും മുഹ്കമാത്തുൻ ആണ്, മുഫസ്സലുൻ ആണ്, മീസാനാണ്, മുഹൈമിനാണ്. फरमाते हैं कि गरज हर तरह से कामिल और मुकम्मल दीन मुसलमानों का ചുരുക്കത്തിൽ എല്ലാ രീതിയിലും സർവസമ്പൂർണമായ ദീൻ മുസ്ലിങ്ങളുടേതാണ്. അതിനുവേണ്ടി അൽയോം അക്മൽതു ലക്കും ദീനക്കും വത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന मेरा दीन मुकम्मल हो गया। എന്ന സാക്ഷ്യമുദ്ര പതിയുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി നിങ്ങളുടെ ദീനെ പൂർത്തിയാക്കിയിരിക്കുന്നു. तुम्हारे लिए दीन അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളെ പൂർത്തിയാക്കിയിരിക്കുന്നു. ദീൻ എന്ന നിലയിൽ ഇസ്ലാമിനെ ये തൃപ്തിപ്പെട്ടിരിക്കുന്നു. बस इस्लाम ही है
जो आखिरी और ഈ ഒരു സാക്ഷ്യ മുദ്രയാണ് ഇതിൽ പതിഞ്ഞിരിക്കുന്നത്. करने वाला है। അതിനാൽ സമ്പൂർണവുമായ ദീൻ ഇസ്ലാമാണ്. मुसलमान അത് എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുന്നതാണ്. പറയുന്നു എന്തുമാത്രം സങ്കടമെന്നല്ലാതെ എന്ത് പറയാൻ. ഇത്രയും സമ്പൂർണവും ദൈവപ്രീതി കരസ്ഥമാക്കാൻ ഉതകുന്നതുമായ മതം നൽകിയിട്ടും മുസ്ലിങ്ങൾ ഫലമെടുക്കുന്നില്ല. ऐसे दीन को അത് ലഭിച്ചിട്ടും അവർ ഫലമെടുക്കുന്നില്ല. ഇങ്ങനെയുള്ള മതത്തിൽ बरकत और തങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടും പ്രയോജനപ്പെടുത്താത്തവരാണ്. ഈ ദീനിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും പങ്ക് കരസ്ഥമാക്കുന്നില്ല. അള്ളാഹു ഒരു പ്രസ്ഥാനത്തെ ഈ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കാനായി സ്ഥാപിക്കുകയുണ്ടായി. അതിനെ നിഷേധിക്കാനായി അധികം പേരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലസ്ത മുർസല ലസ്ത മുഅ്മിന എന്ന ശബ്ദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മസീമുദിനെ അയച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പകരം करना शुरू कर दिया। അദ്ദേഹം വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ നുബുവത്തിന്റെ അനുഗ്രഹത്തോടെയാണ്. അദ്ദേഹത്തെ നിഷേധിക്കുന്നവരായി മാറി. നീ ദൈവത്തിൽ നിന്നും വന്നവനല്ലെന്നും നീ വിശ്വാസി അല്ല എന്നുമുള്ള മുദ്രാവാക്യമാണ് അവർ മുഴക്കാൻ തുടങ്ങിയത്. പറയുന്നു അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കുക എന്നത് മാത്രം दूसरे लवाजमा ആ അനുഗ്രഹങ്ങളെ തങ്ങളിലേക്ക് ആവാഹിക്കാൻ ഉതകുന്നതല്ല. തൗഹീദിന്റെ ഏറ്റുപറയലും സൽപ്രവർത്തിയും മുഖേന ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വെറും പറഞ്ഞതുകൊണ്ട് ലഭിക്കുകയില്ല. തൗഹീദിനെ അംഗീകരിക്കുക എന്നത് അനുഗ്രഹത്തെ സ്വായത്തമാക്കാൻ ഉതകുന്നതല്ല. उनके वो भी जरूरी हैं, वो जब तक पैदा नहीं होते സൽപ്രവർത്തികൾ ചെയ്യുന്നത് മൂലം കരസ്ഥമാകുന്നത് ലഭിക്കുകയില്ല. भी मिलेंगी। जब आ हजरत सल्लल्लाहु अलैहि वसल्लम में से തൗഹീദിന് അനുഗ്രഹം ലഭിക്കുന്നത് आपको उसूल റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലയിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം മാതൃക നോക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് സൽപ്രവർത്തി ചെയ്യുമ്പോഴാണ്. ईद आला दर्जे की जुज है। പറയുന്നു ഇത് സത്യമാണ്. मुसलमान തൗഹീദ് ഉന്നതമായ ഒന്നാണ്. അതൊരു സത്യവിശ്വാസിക്കും ദൈവത്തെ ഭയക്കുന്ന ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതാണ്. എന്നാൽ തൗഹീദിന്റെ പൂർത്തീകരണത്തിനായി മറ്റൊരു വഴി കൂടിയുണ്ട്. അത് ദൈവപ്രേമമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക. खुदा ताला വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ ശരിയായ ലക്ഷ്യം ഇതാണ്. അള്ളാഹു ഏകനും പങ്കുകാരനില്ലാത്തവനും ആയതുപോലെ സ്നേഹത്തിന്റെ കാര്യത്തിലും അവനെ ഏകനും പങ്കുകാരനില്ലാത്തവനുമായി കരുതുക. हमेशा എല്ലാ പ്രവാചകന്മാരുടെയും അധ്യാപനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എപ്പോഴും ഇതായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് तौहीद की तकमील ഒരു ഭാഗത്ത് തൗഹീദിന്റെ പാഠം നൽകുന്നു, കൂടെ ദൈവ സ്നേഹത്തെ പൂർത്തീകരിക്കുന്നതിനുള്ള പാഠം നൽകുന്നു. देता है। ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ പാഠം നൽകുന്നു, मोहब्बत से मोहब्बत ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള के कमाल को हासिल करने की हिदायत। പാഠവും അത് നൽകുന്നു. जैसा कि मैंने अभी कहा है, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ പ്രിയപ്പെട്ടതും സമ്പൂർണവും അർത്ഥം ഉൾക്കൊള്ളുന്നതുമായ വചനമാണ്. ഇതിന് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചിലിലോ ഇല്ല. ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥത്തിലും ഇത്രയും സമ്പൂർണമായ അധ്യാപനമില്ല. ഇലാഹ് എന്നതിന്റെ അർത്ഥം ആരാധ്യനും പ്രേമിയും എന്നതാണ്. അവനെയാണ് ആരാധിക്കാൻ അർഹതപ്പെട്ടത്. ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെ യഥാർത്ഥ ആശയം ഇത് പ്രകടമാക്കുന്നുണ്ട്. अदा करती है। याद रखो പൂർണമായ രീതിയിൽ ഇത് പ്രകടമാക്കുന്നു. ഓർക്കുക, തൗഹീദ് മുഹബ്ബത്ത് ഇല്ലാതെയുള്ളത് അപൂർണമാണ്. मोहब्बत मिलती है अल्लाह ताला की, जैसे पहले जिक्र हो चुका। മുഹബ്ബത്ത് लഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുമ്പോഴാണ്. അള്ളാഹു അതുകൊണ്ട് പറയുന്നു, പ്രകാരം പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുക. അതായത് നീ ഇങ്ങനെ പറയുക, എന്നെ നിങ്ങൾ പിൻപറ്റുക, അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. तौहीद की हकीकत और एक मोमिन का क्या തൗഹീദിന്റെ യാഥാർത്ഥ്യം ഒരു വിശ്വാസി है आप फरमाते हैं, ഏത് സ്ഥാനമാണ് ഇതിൽ കരസ്ഥമാക്കേണ്ടത് ഇതിനെക്കുറിച്ച് പറയുന്നു. और उनसे इनाम या ആരാണോ उनके दिल में उनकी अजमत खुदा ഭരണാധികാരികളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയും അവരിൽ നിന്നും സമ്മാനവും ബഹുമതിയും കരസ്ഥമാക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റേതായ തരത്തിലുള്ള മഹത്വം നിലനിൽക്കുന്നത്, അവർ അവരുടെ ആരാധകരായി തീരുന്നു. ഇത് തൗഹീദിനെ നശിപ്പിക്കുന്നതാണ്. से हटाकर തൗഹീദിന്റെ നിലവാരത്തെ ഇത് താഴ്ത്തുന്നതാണ്. മനുഷ്യനെ അവന്റെ യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്നും
വഴിതെറ്റിച്ച് ദൂരെ വലിച്ചെറിയുന്നു. പ്രവാചകന്മാർ നൽകുന്ന പാഠം കാര്യകാരണങ്ങളിലും തൗഹീദിലും തമ്മിൽ ഇടയരുത് എന്നതാണ്. ഓരോ വസ്തുവും അതിന്റെ സ്ഥലത്ത് നിർത്തേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും തൗഹീദിൽ വന്ന് ചേരണം. അതിന്റെ അവസാനം തൗഹീദായിരിക്കണം. അതിലാണ് നമ്മൾ ആശ്രയം കണ്ടെത്തേണ്ടത്. പ്രവാചകന്മാർ മനുഷ്യനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ബഹുമതികളും എല്ലാ സുഖങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് അള്ളാഹുവാണ്. അവനെതിരിൽ ആരെയെങ്കിലും അവരോധിക്കുകയാണെങ്കിൽ രണ്ട് എതിർ ശക്തികൾ ഏറ്റുമുട്ടിയാൽ ഒന്ന് നശിക്കുമെന്നത് വ്യക്തമാണ്. രണ്ട് എതിർ ശക്തികൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ തീർച്ചയായും ഒന്ന് നശിക്കും. രണ്ട് ശത്രുക്കൾ ഏറ്റുമുട്ടിയാൽ ഒരാൾ തീർച്ചയായും തോൽവി സമ്മതിക്കേണ്ടതായി വരും. പറയുന്നു, അതിന് അള്ളാഹുവിന്റെ തൗഹീദ് നിലനിർത്തേണ്ടതാണ്. മാർഗങ്ങൾ ഉപയോഗിക്കാം, എന്നാൽ കാര്യകാരണങ്ങളെ ദൈവമാക്കി വെക്കരുത്. അള്ളാഹു നൽകിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്, അത് ഉപയോഗിക്കേണ്ടതാണ്. അതിനെ ദൈവമായി കരുതരുത്. തൗഹീദിൽ മുൻഗണന നൽകുക. ഈ തൗഹീദ് കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാവുക. മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഗുണവും ദോഷവും അവന്റെ കൈകളിലാണ്. യഥാർത്ഥ ഉപകാരി അവനാണ്. ഒരു അണുവും അവനിൽ നിന്നാണുള്ളത്, മറ്റാരും ഇടയിൽ വരുന്നില്ല. മനുഷ്യൻ ഈ പരിശുദ്ധ അവസ്ഥ കൈവരിച്ചാൽ അവൻ തൗഹീദ് അംഗീകരിക്കുന്നവനായി മാറി. ഈ അവസ്ഥ കൈവരിച്ചാൽ പൂർണ്ണ ആശ്രയം അള്ളാഹുവിൽ ആയി കഴിഞ്ഞാൽ മറ്റാരും ഇടയിൽ ഇല്ലെങ്കിൽ അപ്പോഴാണ് തൗഹീദ് അംഗീകരിക്കുന്നവനായി മാറുന്നത്. ചുരുക്കത്തിൽ തൗഹീദിന്റെ ഒരവസ്ഥ എന്നത് മനുഷ്യൻ കല്ലുകളെയും മറ്റു വല്ലതിനെയും ദൈവമാക്കി വെക്കരുത്, അവയെ ദൈവമാക്കുന്നതിൽ നിന്നും വെറുക്കുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുക. മറ്റൊരു വശം എന്നത് കാര്യകാരണങ്ങളിൽ അതിരുവിട്ട് ആശ്രയം കണ്ടെത്താതിരിക്കുകയും ചെയ്യുക. അത് കൂടുതലായിട്ട് ആ കാര്യകാരണങ്ങളെ ആശ്രയിക്കാതിരിക്കുക, പൂർണ്ണമായി അതിൽ ആശ്രയിക്കാതിരിക്കുക. മൂന്നാമത്തെ തരം തൗഹീദ് തന്റെ നഫ്സിനെയും അതിന്റെ ആഗ്രഹങ്ങളെയും ഇടയിൽ നിന്നും മാറ്റിക്കളയുക എന്നതാണ്. തൗഹീദ് നിർത്താനായി മൂന്നാമത്തെ രീതി സ്വന്തം ഇച്ഛകളെ തന്നെ ഉപേക്ഷിക്കുക, അതിന്റെ ആഗ്രഹങ്ങളെ നിഷേധിക്കുക. ചിലപ്പോൾ തന്റെ കഴിവും ശക്തിയും മനുഷ്യന്റെ മുമ്പിൽ വരുന്നു. മനുഷ്യൻ തന്റെ കഴിവിൽ ആശ്രയിക്കുന്നു, അതിൽ അവൻ ആശ്രയം കണ്ടെത്തുന്നു. ഇന്നത് എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നവൻ ധരിക്കുന്നു. മനുഷ്യൻ തന്റെ ശക്തിയിൽ പൂർണ്ണമായും ആശ്രയം കണ്ടെത്തുന്നു. ഓരോ ജോലിയും തന്റെ കഴിവ് കൊണ്ടാണ് ചെയ്തത് എന്ന് കരുതുന്നു. മനുഷ്യൻ ഏകത വിശ്വാസിയായി തീരുന്നത് അവൻ തന്റെ ശക്തികളെ നിഷേധിക്കുമ്പോഴാണ്. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു. അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് മനുഷ്യന് തന്റെ കൂടെ ചില പാപങ്ങൾ പേറി നടക്കുന്നു എന്നതാണ്. ചിലർ വലിയ പാപങ്ങൾ ചെയ്യുന്നു, ചിലർ ഇടത്തരം പാപങ്ങൾ ചെയ്യുന്നു, ചിലർ വളരെ സൂക്ഷ്മമായ പാപങ്ങൾ ചെയ്യുന്നു. ഉദാഹരണം പിശുക്ക്, കൃത്രിമത്വം, ഇങ്ങനെയുള്ള പാപങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. ഇതിൽ നിന്നും മോചനം ലഭിക്കാതെ തന്റെ കളഞ്ഞുപോയ പ്രകാശം മനുഷ്യന് കരസ്ഥമാക്കാൻ കഴിയില്ല. അള്ളാഹു പല കൽപ്പനകളും നൽകിയിട്ടുണ്ട്. ചിലത് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. ഉദാഹരണം ഹജ്ജ്, ഇത് കഴിവുള്ളവർക്കാണ് ഫർള്. വഴിയിൽ സമാധാനം ഉണ്ടായിരിക്കണം. പിന്നിൽ വിട്ടേച്ചു പോകുന്ന കുടുംബങ്ങൾക്ക് ജീവിതം കഴിച്ചു കൂട്ടാനുള്ള വക നൽകേണ്ടതാണ്. വീട്ടിലുള്ളവരെ പട്ടിണിക്കിട്ട് ഹജ്ജിന് പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഷർത്തുകൾ പൂർത്തിയായാലാണ് അവർക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്. ഇതേപോലെ സക്കാത്ത്, ഇത് നൽകാൻ കഴിവുള്ളവർ നിസാബ് എത്തിയവരാണ്. നമസ്കാരത്തിലും പല വീഴ്ചകളും ഉണ്ടാകും. യാത്രയിൽ കസ്ർ ചെയ്യും, ജംആക്കും ചില സന്ദർഭങ്ങളിൽ. എന്നാൽ ഒന്നുണ്ട്, അതിൽ ഒരു മാറ്റവുമില്ല.
ഒരു മാറ്റവും വരാത്ത ഒന്നുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. യഥാർത്ഥം ഇതാണ്. മറ്റെല്ലാം അതിന്റെ പൂർത്തീകരണമാണ്. തൗഹീദിന്റെ പൂർത്തീകരണം ഇബാദത്ത് അനുഷ്ഠിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് തൗഹീദിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. ഇതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ തന്റെ പ്രഖ്യാപനത്തിൽ സത്യവാനായി തീരുന്നത് പ്രവർത്തനത്തിലൂടെ അള്ളാഹു അല്ലാതെ തന്റെ ലക്ഷ്യവും ആഗ്രഹവും സ്നേഹിക്കുന്നവനും ഇല്ല എന്ന് തെളിയിക്കുമ്പോഴാണ്. ഈ അവസ്ഥ ആയിക്കഴിഞ്ഞാൽ അവന്റെ വിശ്വാസവും പ്രവൃത്തിയും ഇതിനെ അംഗീകരിക്കുന്നതുമായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ഏറ്റുപറയലിൽ കള്ളനായിരിക്കുകയില്ല. എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിച്ചാമ്പലായിത്തീരുന്നു. ഒരു ഫന അവന്റെ വിശ്വാസത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അത് മാതൃകയായിട്ടുള്ളതാണ്. മാതൃക കൊണ്ട് ഉദാഹരണം കൊണ്ടും എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരുന്നതാണ്. ഉദാഹരണങ്ങൾ ഉണ്ടായാൽ കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്. ഉദാഹരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെല്ലാം പ്രാവർത്തികമാക്കി തന്റെ മാതൃക നമുക്ക് നൽകി. പറയുന്നു, പ്രവാചകന്മാർ മാതൃക കാണിക്കാനാണ് വരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശ്രേഷ്ഠമായ മാതൃകകളുടെയും സമ്മേളിത രൂപമാണ്. എല്ലാ ശ്രേഷ്ഠതകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിച്ചു. എല്ലാ പ്രവാചകന്മാരുടെ മാതൃകയുടെ ഉദാഹരണവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാരുടെ മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിച്ചിരിക്കുന്നു. ഒരിക്കലൊരു സദസ്സിൽ ഒരു ചോദ്യം വന്നു, യഹൂദികളിലും തൗഹീദ് ഇല്ലേ? ഇസ്ലാം ഇതിനേക്കാളും കൂടുതലായി എന്താണ് സമർപ്പിക്കുന്നത്? ആക്ഷേപകൻ ചോദിച്ചു. പറഞ്ഞു, യഹൂദികളിൽ തൗഹീദ് ഇല്ല. തൗഹീദിന്റെ ബാഹ്യമായ തൊലിയാണുള്ളത്. തൊലി മാത്രമാണുള്ളത്. തൊലി മാത്രം എന്ത് ഫലം ചെയ്യാനാണ്? തൗഹീദിന്റെ വിവിധ സ്ഥാനങ്ങളുണ്ട്. അതില്ലാതെ തൗഹീദിന്റെ പദവി അറിയുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയാകുന്നതല്ല. ഇത് ശൈത്താനും പറയും. പ്രവർത്തന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുൾ മനുഷ്യന്റെ അസ്തിത്വത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ കാര്യമില്ല. യഹൂദികളിൽ ഇക്കാര്യം ഉണ്ടോ? നിങ്ങൾ തന്നെ പറയുക. ചോദ്യകർത്താവ് യഹൂദിയായിരുന്നു. തൗഹീദിന്റെ ആരംഭം എന്നത് അള്ളാഹുവിന്റെ വചനത്തിനെതിരിൽ ഒരു കാര്യവും എന്നിൽ നിന്നും ഉണ്ടാകരുത്. ഒരു പ്രവൃത്തിയും അള്ളാഹുവിന്റെ സ്നേഹത്തിന് എതിരായി ഉണ്ടാകരുത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അർത്ഥം ലാ മഅബൂദ ലി വലാ മഹ്ബൂബ ലി വലാ മുതഅ ലി ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ എനിക്ക് ആരാധനയാരുമില്ല, എന്റെ പ്രിയനായാരുമില്ല, അനുസരണയോഗ്യമായ ആരുമില്ല. ഓർക്കുക, ശിർക്ക് പലതരമുണ്ട്. അതിൽ ഒരു ശിർക്ക് പ്രത്യക്ഷമായ ശിർക്കാണ്. രണ്ടാമത്തേത് ഗോപ്യമായ ശിർക്കാണ്. പ്രത്യക്ഷമായ ശിർക്കിന് ഉദാഹരണം ബിംബങ്ങളെയും മരങ്ങളെയും മറ്റു വസ്തുക്കളെയും ബിംബാരാധകർ പൂജിക്കുന്നു. ഗോപ്യമായ ശിർക്ക് എന്നത് മനുഷ്യൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുക, ആവേശത്തിൽ കൂടുതൽ അവർക്ക് സ്ഥാനവും ആദരവും നൽകുക, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റു വല്ലതിനെയും സ്നേഹിക്കുക, അതല്ലെങ്കിൽ അതിനെ ഭയപ്പെടുക, അതുമല്ലെങ്കിൽ അവയെ ആശ്രയിക്കുക. ചിന്തിച്ചു നോക്കൂ, ഇത് പൂർണ്ണമായ രീതിയിൽ തൗറാത്ത് അംഗീകരിക്കുന്നവരിൽ ഈ തൗഹീദ് ഉണ്ടോ ഇല്ലയോ? മൂസയുടെ ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിൽ വന്നത് താങ്കൾക്ക് അറിയില്ലേ? കാരണം ചോദിച്ച ആളോട് ചോദിക്കുകയാണ്, തൗറാത്ത് മതിയായിരുന്നുവെങ്കിൽ യഹൂദികൾ തങ്ങളുടെ നഫ്സിനെ വിശുദ്ധീകരിക്കുമായിരുന്നില്ലേ? എന്നാൽ അവരുടെ ശുദ്ധീകരണം നടന്നിട്ടില്ല. അവർ കഠിന ഹൃദയരും തമ്മാടികളുമായി മാറിയും ഹദ്റത്ത് മൂസയോടും മോശമായി പെരുമാറുകയുണ്ടായി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മാത്രമാണ് ഈ ഒരു സ്വാധീനം നിലനിൽക്കുന്നത്. അതിൽ നിന്നും പ്രത്യക്ഷമായും അതിന്റെ ആന്തരികാർത്ഥങ്ങളിൽ നിന്നും
മുഖം തിരിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രത്യേക സ്വാധീനം ഇടുന്നതാണ്. अब भी मौजूद है। ഇതിന്റെ മാതൃക ഓരോ കാലത്തും ഉണ്ടായിരിക്കും, ഇപ്പോഴുമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. करते हो പ്രവാചകരെ, നീ പറയുക, अल्लाह ताला അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുക. सल्लल्लाहु अलैहि അള്ളാഹു നിങ്ങളെ തന്റെ പ്രിയനാക്കി മാറ്റുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ പിൻപറ്റൽ മനുഷ്യനെ ദൈവത്തിന്റെ പ്രിയരാക്കി മാറ്റുന്നതാണ്. कामिल ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് न थे। തിരുനബി തൗഹീദ് അംഗീകരിക്കുന്നതിന്റെ പൂർണ്ണ മാതൃകയായിരുന്നു എന്നാണ്. कि ऐसे मुआहिद യഹൂദികൾ തൗഹീദ് അംഗീകരിക്കുന്നവരായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള തൗഹീദ് അംഗീകരിക്കുന്ന വ്യക്തിയിൽ നിന്നും വിട്ടുനിൽക്കുമായിരുന്നില്ല. चाहिए था, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കേണ്ടതായിരുന്നു. उन्हें याद रखना चाहिए था कि खुदा ताला के खातमुर रसूल का इनकार और अनाद निहायत അവർ ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ ഖാത്തമുർ റസൂലിനെ നിഷേധിക്കുകയും और बावजूद के അദ്ദേഹത്തോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്നത് അപകടകരമായ ഒന്നാണ്. എന്നാൽ അവർ വിലവെച്ചില്ല. അവരുടെ ഗ്രന്ഥങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവചനങ്ങളുണ്ട്. അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് എന്നിട്ട് ചെയ്തത്. ഇതിന്റെ കാരണം ഖസത്ത് ഖുലൂബുഹും എന്നല്ലാതെ മറ്റെന്താണ്? पर हज़रत ईसा अलैहिस्सलाम के बारे में गलत अकीदे पर इरशाद फरमाते हैं। ഒരവസരത്തിൽ ഈസാ നബിയെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്ലാം പരിശുദ്ധവും സമ്പൂർണവുമായ തൗഹീദാണ് കൊണ്ടുവന്നത്. അതിന്റെ മാതൃകയും ഉദാഹരണവും മറ്റു മതങ്ങളിൽ കാണാൻ സാധ്യമല്ല. में भी എന്റെ വിശ്വാസം की गई है। മുമ്പുള്ള ഗ്രന്ഥങ്ങളിലും തൗഹീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്. गरज और मंशा भी तौहीद ही की इशाअत थी। എല്ലാ പ്രവാചകന്മാരുടെയും വരവിന്റെ ഉദ്ദേശവും തൗഹീദ് സ്ഥാപിക്കലായിരുന്നു. अंबिया എന്നാൽ ഏതൊരു രീതിയിലും ശൈലിയിലും ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഏതൊരു ശൈലിയിൽ हरगिज़ पता नहीं है। വിശുദ്ധ ഖുർആൻ തൗഹീദിന്റെ പദവികൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ, മറ്റൊരു ഗ്രന്ഥത്തിലും അതുപോലെ കാണിച്ചു തരാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ശുദ്ധമായ നീരുറവയെ അവർ അശുദ്ധമാക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർക്കുന്നവർ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ मुकाबल पर बात जगह മരിച്ചു എന്ന് അംഗീകരിക്കാത്തവർ, और फिर भी अपने आप को मुसलमान അള്ളാഹുവിന് പകരമായി ഈസാ നബിക്ക് ചില സ്ഥാനങ്ങൾ साफ चश्मे को നൽകിയവർ, എന്നിട്ടും അവർ മുസ്ലിങ്ങളായി പറയപ്പെടുന്നു. അവരെ കുറിച്ചാണ് പറയുന്നത്. करना चाहा है तो बताओ। इस ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ പാവനമായ ഈ നീരുറവയെ കളങ്കപ്പെടുത്തിയപ്പോൾ, ഈ മുസ്ലിങ്ങൾ അശ്രദ്ധമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇസ്ലാമിനെ നിന്ദിക്കുന്നതിൽ ഇനി ബാക്കിയുള്ളത് എന്താണ്? कुरान शरीफ के साथ ഇതിന് അവരുടെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ? पर हो तो कह दे അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന യഥാർത്ഥ ഇസ്ലാം സമർപ്പിച്ചപ്പോൾ, വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് തെളിയിച്ചു കാട്ടിയപ്പോൾ അവരെ പറയുന്നത് ഞങ്ങളുടെ പൂർവികർ ഇത് അംഗീകരിച്ചില്ല എന്നാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇത് പറഞ്ഞവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിന്റെ നടപടിക്രമം അനുസരിച്ചും ചുവടെ ചേർക്കുന്ന വചനത്തിലൂടെ आया है। അവർക്കെതിരെ ഒരു തെളിവ് കൂടി സാക്ഷീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ വരട്ടദാസരും പ്രവാചകന്മാരും വരുമ്പോൾ എതിരാളികൾ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് മാ സമീന ബിഹാസ ഫി ആബായിനൽ അവ്വലിൻ എന്നാണ്. ഞങ്ങൾ മുമ്പുള്ള പൂർവ്വപിതാക്കളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളതാണ്. और शिर्क फिल इसबाब के बारे में बताते हैं, फरमाते हैं തൗഹീദും കാര്യകാരണങ്ങളിൽ ചെറുക്കും വെക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നു, നാവ് കൊണ്ട് मोहम्मद रसूलुल्लाह कह लिए। അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയലല്ല തൗഹീദ്. തൗഹീദ് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വം പൂർണ്ണമായ രീതിയിൽ ഹൃദയത്തിൽ ഇരിക്കുക, മറ്റു വസ്തുക്കൾക്ക് अल्लाह ताला की ആ മഹത്വവും നൽകാതിരിക്കുക. ഓരോ പ്രവൃത്തിയുടെയും ചലനനിശ്ചലങ്ങളുടെയും മടക്കം അള്ളാഹുവിന്റെ അസ്തിത്വത്തിലേക്കായിരിക്കണം. ഓരോ കാര്യത്തിലും അവനിൽ മാത്രം ആശ്രയം കണ്ടെത്തുക. അന്യ ദൈവങ്ങളിൽ ആശ്രയമോ ദൃഷ്ടിയോ ഒരിക്കലും ഉണ്ടായിരിക്കരുത്. शिर्क जायज न रखा जावे।
അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും ഗുണത്തിലും ഒരു രീതിയിലുമുള്ള ശിർക്കും അനുവദിക്കരുത്. ഇപ്പോൾ സൃഷ്ടിപൂജയുടെ പൊള്ളത്തരങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങുന്നു. ക്രിസ്ത്യാനികൾ ഈസയെ ദൈവമായി അംഗീകരിച്ചിരുന്നു, അതിൽ നിന്നും അകലാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് യൂറോപ്പ് പോലെയുള്ള നാടുകളിൽ ക്രിസ്ത്യാനികൾ നിത്യവും തങ്ങളുടെ മതത്തെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. നിത്യവും വരുന്ന പത്രങ്ങളിൽ നിന്നും വിജ്ഞാപനങ്ങളിൽ നിന്നും മാസികളിൽ നിന്നും ഇവിടെ വായിക്കപ്പെടുന്നതിൽ നിന്നും ഇത് തെളിയുന്നുണ്ട്. അക്കാലത്ത് മതത്തെ വെറുക്കുന്ന വേഗതയെക്കാളും 1000 മടങ്ങ് വേഗത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷമായി പലരും വെറും പേരിന് മാത്രമുള്ള ക്രിസ്ത്യാനികളാണ്. ഈസ ജീവിച്ചിരിപ്പുണ്ടെന്നും ദൈവമാണെന്നുമുള്ള കാഴ്ചപ്പാടിനെ അംഗീകരിക്കാത്തവരാണ് അവർ. ദൈവത്തെ തന്നെ നിഷേധിക്കുന്നവരായി അവർ ഇത് കാരണം മാറിയിരിക്കുന്നു. പറയുന്നു, സൃഷ്ടിപൂജ ഇപ്പോൾ ആരും അംഗീകരിക്കുന്നില്ല, എന്നാൽ കാര്യകാരണങ്ങളെ പൂജിക്കുന്നവരുണ്ട്. ഇതെന്താണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഉദാഹരണം, കർഷകൻ പറയുന്നു, കൃഷി ഇറക്കാതെ അത് ഫലം നൽകില്ല, അത് ലഭിക്കാതെ എങ്ങനെ ജീവിക്കാനാണ്. ഇതേപോലെ ഓരോ ജോലിക്കാരനും തന്റെ ജോലിയിലാണ് പൂർണ്ണ വിശ്വാസം. അവർ മനസ്സിലാക്കുന്നത് നാം ഇത് ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. അതിന്റെ പേരാണ് കാര്യകാരണങ്ങളെ പൂജിക്കുക എന്നത്. ഇത് ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കുദ്റത്തുകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ജോലിക്കാരും ഒരു ഭാഗത്ത് മാറ്റി നിർത്തുക. വെള്ളം, വായു, ഭക്ഷണം, ഏതെല്ലാം കാര്യത്തിലാണോ ജീവിതം ആശ്രയിക്കുന്നത്, ഇതെല്ലാം മനുഷ്യന് ഫലം നൽകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോഴാണ്, അള്ളാഹുവിന്റെ ഇംഗിതമുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് വെള്ളമുണ്ടാക്കിയത്. അള്ളാഹുവിന്റെ ഇംഗിതമില്ലാതെ വെള്ളം എനിക്ക് ഗുണം ചെയ്യുന്നതല്ല. അള്ളാഹുവിന്റെ ഇംഗിതമുണ്ടായാലാണ് വെള്ളം ഗുണം ചെയ്യുക. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അതേ വെള്ളം നട്ടം വരുത്തി വെക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരാൾ നോമ്പെടുത്തു. നോമ്പ് തുറന്നപ്പോൾ വെള്ളം നല്ലപോലെ കുടിച്ചു. വെള്ളം കുടിച്ച് കിടന്നു. അപ്പോൾ ആ വെള്ളം വിഷം പോലെ പ്രവർത്തിച്ചു. വെള്ളം കുടിച്ച ഉടനെ വളരെ പ്രയാസം നേരിട്ടും എഴുന്നേൽക്കാൻ കഴിയാതെയായി. ജീവിതം നൽകുന്ന വെള്ളം ഇവിടെ ജീവൻ എടുക്കുന്നതായി മാറി. ചിലർ നോമ്പിന് ശേഷം വെള്ളം വളരെ കൂടുതൽ കുടിക്കാറുണ്ട്. അത് അപകടകരമാണ്, സൂക്ഷിക്കേണ്ടതാണ്. പറയുന്നു, പ്രവർത്തികർ അത് സമൂഹത്തിലുള്ളതാണെങ്കിലും സമൂഹത്തിൽ ചെയ്യുന്നതായാലും മറ്റു വല്ലതുമായാലും അതിൽ ആകാശത്ത് നിന്ന് ബർക്കത്ത് ഇല്ലെങ്കിൽ അത് അനുഗ്രഹീതമായി തീരുകയില്ല. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ കാര്യകർത്തൃത്വത്തിൽ പൂർണ്ണ വിശ്വാസം വരേണ്ടതാണ്. ആരിലാണോ ഈ വിശ്വാസം ഇല്ലാത്തത് അവരിൽ നിരീശ്വരത്വത്തിന്റെ ഒരംശമുണ്ട്. ആദ്യം ഒരു കാര്യം ആകാശത്ത് ആണ് നടക്കുക, അതിനുശേഷമാണ് അത് ഭൂമിയിൽ നടക്കുക. വെറും വാക്ക് കസർത്തല്ല തൗഹീദ്. മൗലവിമാരിലേക്ക് നോക്കുക, മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, സ്വയം ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് അവരെ ആരും വിശ്വസിക്കാത്തത്. ഒരു മൗലവിയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്, അയാൾ ഉപദേശപ്രസംഗം നടത്തുകയായിരുന്നു. ശ്രോതാക്കളിൽ അയാളുടെ ഭാര്യയുമുണ്ടായിരുന്നു. സദക്കയും ദാനധർമ്മവും ചെയ്യാനും മഗ്ഫിറത്തിനെ കുറിച്ചും ഉപദേശിക്കുകയുണ്ടായി. ഇതിന്റെ സ്വാധീനത്തിൽ ഒരു സ്ത്രീ പാദസരം ഒരു കാലിൽ നിന്നും അയച്ച് ഉപദേശകന് കൊടുത്തു. അപ്പോൾ ഉപദേശകൻ പറഞ്ഞു, രണ്ടാമത്തെ കാല് നരകത്തിൽ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ പാദസരവും ഊരിക്കൊടുത്തു. വീട്ടിൽ വന്നപ്പോൾ ഭാര്യയും ഈ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. യാചകന് വല്ലതും കൊടുക്കാൻ വേണ്ടി പറയുകയുണ്ടായി. മൗലവി സാഹിബ് പറഞ്ഞു, ഈ കാര്യങ്ങൾ കേൾപ്പിക്കാനുള്ളതാണ്, ചെയ്യാനുള്ളതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇക്കാലത്തെ മൗലവിമാരുടെ അവസ്ഥയും ഇതാണ്. അവരെ കുറിച്ചാണ് ഇങ്ങനെ പറയാറുള്ളത്, വായിസാ കി ജൽവബർ മെഹ്റാബ് മെമ്പർ മേക്കുനന്ദ് ജോ ബഖൽവത് ദേഗർ മേക്കുനന്ദ്. വയത് ചെയ്യുന്നവർ മിഹ്റാബിലും മിമ്പറിലും പറയുന്നത് അനുസരിച്ച് അവര് പ്രവർത്തിക്കുന്നില്ല, അതിന് വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്.
होता है ये कैसा होना चाहिए। ഒരു യഥാർത്ഥ വിശ്വാസി തൗഹീദിൽ അടിയുറച്ച് എങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടത് അവരുടെ അവസ്ഥയെ വിവരിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറയുകയുണ്ടായി, വിശ്വാസി ആരെയും വകവെക്കാത്തവനായിരിക്കും. അവൻ അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കും പ്രതീക്ഷിക്കുക. അവനെ അനുസരിക്കുക എന്നതായിരിക്കും എപ്പോഴും അവന്റെ ശ്രദ്ധ. അവന്റെ ഇടപാടുകൾ അള്ളാഹുമായിട്ടായിരിക്കെ മറ്റു വല്ലവരും വല്ല നഷ്ടവും വരുത്തുമോ എന്ന് അവന് എന്തിനു ഭയപ്പെടണം? മനുഷ്യൻ അള്ളാഹുവിനെതിരിൽ ആരുടെയെങ്കിലും അസ്തിത്വത്തിന് വില കൽപ്പിക്കുമ്പോൾ കൃത്രിമത്വവും പ്രകടനവും പോലെയുള്ള തിന്മകളിൽ അവൻ അകപ്പെടുന്നു. പറയുന്നു, ഓർക്കുക, ഇങ്ങനെ മറ്റുള്ളവർക്ക് സ്ഥാനം നൽകുക എന്നുള്ളത് വിഷമാണ്. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ എന്നതിൽ ഇതിനെയും നിഷേധിക്കുന്നുണ്ട്. മനുഷ്യന് ഏതെങ്കിലും മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ ഒരു കൽപ്പന നടപ്പിൽ വരുത്തുന്നതിന് കഴിയാതെ വരുമ്പോൾ അവസാനം അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്തിൽ അവൻ പങ്കുചേർക്കുന്നത് കൊണ്ടാണല്ലോ അത് ചെയ്യാത്തത്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നില്ലെങ്കിൽ, ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സിഫത്തിൽ ആരെയെങ്കിലും പങ്കാളികളായി കരുതുന്നു. അപ്പോഴാണ് അവൻ അത് ചെയ്യാതിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ദൈവങ്ങളെ നിഷേധിക്കുന്നത്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ദൈവങ്ങളെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും സിഫത്തിൽ അള്ളാഹുവിനെതിരിൽ ആരെയും കൊണ്ടുവരുന്നതല്ല. ഇതാണ് ലാ ഇലാഹ എന്നതിന്റെ യാഥാർത്ഥ്യം. പറയുന്നു, ചില ഗ്രന്ഥങ്ങളിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിൽ നോമ്പുകാരന്റെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഒരു നോമ്പുകാരൻ മൗലവി ആരുടെയും വീട്ടിലെങ്കിലും പോയാൽ തന്റെ നോമ്പ് അയാളോട് പറയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടുടമസ്ഥവൻ ചോദിക്കുമ്പോൾ ഞാൻ നോമ്പെടുത്തു എന്ന് നേരിട്ട് പറയാതെ താൻ വളരെ വലിയ പരിത്യാഗിയാണെന്ന് കാണിക്കാനായി മറുപടി പറയാറുള്ളത് എനിക്ക് ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. വ്യക്തമായി നോമ്പെടുത്തു എന്ന് പറയാറില്ല. മറിച്ച് പറയുന്നത് എനിക്ക് ഇപ്പോൾ തിന്നാൻ പറ്റില്ല എന്നാണ്, താൻ കഠിന പ്രയത്നം ചെയ്യുന്നവനാണ് എന്ന് ധരിപ്പിക്കാൻ പറയുന്നു. ഇതേപോലെ പല ഗൂഢമായ പാപങ്ങളും ഉണ്ടാകും. അത് സൽപ്രവർത്തനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രകടനാത്മകത, നന്മയെ പ്രകടിപ്പിക്കൽ, ഇത് ഗൂഢമായ പാപങ്ങളാണ്. ഇത് മുഖേന പ്രവർത്തികൾ നശിക്കും, തൗഹീദിൽ നിന്നും അകന്നു പോകും. പറയുന്നു, ധനികന്മാർക്ക് അഹങ്കാരവും പൊങ്ങച്ചവും എപ്പോഴും ഉണ്ടാകും. അത് അവരുടെ പ്രവർത്തനങ്ങളെ തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അഹങ്കാരങ്ങളില്ലാത്ത ദരിദ്രരായവർ മുൻകടക്കുന്നു. അഹങ്കാരവും പൊങ്ങച്ചവും മനുഷ്യനെ തൗഹീദിൽ നിന്നും അകറ്റുന്നു. ചുരുക്കത്തിൽ പ്രകടനാത്മകത എന്നത് ഒരു എലിയെ പോലെയാണ്. അത് അകത്ത് തന്നെ ഇരുന്ന് പ്രവർത്തനത്തെ തിന്നുകളയും. അള്ളാഹു ആദരണീയനാണ്. അവന്റെ അടുത്തേക്ക് വരാൻ വിനയം അനിവാര്യമാണ്. വിനയമുണ്ടെങ്കിലേ അള്ളാഹുവിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. എത്രമാത്രം അഹന്തയും അഹംഭാവവും ഉണ്ടോ, അത് അറിവിന്റെ കാര്യത്തിലായാലും സ്വാധീനത്തിന്റെ കാര്യത്തിലായാലും ധനത്തിന്റെ കാര്യത്തിലായാലും കുടുംബത്തിന്റെ കാര്യത്തിലായാലും തറവാടിന്റെ പേരിലാണെങ്കിലും അതനുസരിച്ച് പിന്നോട്ടു പോകുന്നതാണ്. അതുകൊണ്ടാണ് ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത് സാദാത്തിൽ നിന്നും ഔലിയാക്കന്മാർ കുറവാണ് എന്ന്. കുടുംബം എന്ന അഹങ്കാരം അവരിൽ ഉണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിന് ശേഷം ഈ ചിന്ത വന്നപ്പോൾ ഇവർ പിമ്പുറം തള്ളപ്പെടുകയുണ്ടായി. ഇങ്ങനെയുള്ള മറ മനുഷ്യനെ ദൗർഭാഗ്യവാനാക്കി മാറ്റുന്നു. ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നവർ വളരെ കുറവാണ്. ധനവും കുബേരത്വവും ഒരു മറയാണ്. ഈ ധനവും കുബേരത്വവും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ നിന്നും തടയുന്നു. കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തൗഹീദിൽ നിന്ന് മനുഷ്യൻ അകറ്റപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാം, അൻത മിന്നി വന മിൻക, ഇത് തൗഹീദിനെതിരാണ് എന്ന് ജനങ്ങൾ ആക്ഷേപിക്കുന്നു എന്നുള്ള ഒരു പരാമർശം വരികയുണ്ടായി.
फरमाया कि अंता നീ എന്നിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നും എന്നാണ് ഇതിന്റെ അർത്ഥം. चीनी नहीं हो सकती, പറയുന്നു അൻതമിന്നി എന്നത് വ്യക്തമാണ്, महज ഇതിനെ ആക്ഷേപിക്കാൻ കഴിയില്ല. उसी से है എന്റെ വരവ് അള്ളാഹുവിന്റെ ഫضൽ മുഖേനയാണ്, कि जो कुछ मिला है അവനിൽ നിന്നാണ്. अल्लाह के फजल से मिला है। അൻതമിന്നി എന്നാൽ എനിക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ ഫളിനാൽ ലഭിച്ചിരിക്കുന്നു. फरमाते हैं कि याद रखना चाहिए कि असल बात അള്ളാഹുവാണ് നൽകിയത്. अल्लाह ताला जैसा പറയുന്നു, ഓർക്കുക, इसका जिक्र വിശുദ്ധ ഖുർആനിൽ वहदहु ला शरीक है പലവരു പരാമർശിച്ചിട്ടുള്ളതുമാണ്. ना सिफात അവൻ ഏകനും പങ്കുകാരനില്ലാത്തവനുമാണ്. അവന്റെ സാത്തിൽ പങ്കാളിയെ ആരുമില്ല, സിഫത്തുകളിൽ പങ്കാളിയായി ആരുമില്ല, പ്രവർത്തനത്തിലും ഇല്ല. സത്യം ഇതാണ്, അള്ളാഹുവിന്റെ തൗഹീദിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നത് മനുഷ്യൻ എല്ലാത്തരം ശിർക്കിൽ നിന്നും മുക്തമാകുമ്പോഴാണ്. തൗഹീദ് പൂർത്തിയാകുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ के असल സാത്തിലും സിഫത്തിലും സമ്പൂർണവും അവന് തുല്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. के हिसाब से यही समझे कि उसी से അള്ളാഹുവിന്റെ സാത്തിന്റെയും സിഫത്തിന്റെയും കാര്യത്തിൽ അവൻ സമ്പൂർണനാണെന്ന് മനസ്സിലാക്കുക. और सिफात जो हैं എല്ലാം അവനിലേക്ക് ബന്ധപ്പെടുത്തുക. അവന്റെ സാത്തും സിഫത്തും എല്ലാത്തിനെയും വിലയും വയ്ക്കുന്നതാണ് എന്ന് കരുതുക. वो जैसी बेमिसल പ്രവർത്തികളുടെ പരിണിത ഫലം सकता है और कोई फायदा नहीं फरमा सकता। അള്ളാഹു ഉണ്ടാക്കുന്നത് പോലെ फरमाया മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്നും മനസ്സിലാക്കുക. इस इल्हाम पर तरस പറയുന്നു, और समझते नहीं कि इस അജ്ഞന്മാർ എന്റെ ഈ ലഹാവിനെ ആക്ഷേപിക്കുന്നു. ഇതിന്റെ പൊരുൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ तजवीज करते हैं അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ मोही അവർ പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകൾ മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവർ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്ന് അംഗീകരിക്കുന്നു. क्या ആലിമുൽ ഗൈബാണ് എന്ന് അംഗീകരിക്കുന്നു. അൽ ഹയ്യുൽ ഖയ്യൂമാണ് എന്നവർ അംഗീകരിക്കുന്നു. ഇത് ശിർക്കല്ലേ? और अब ഇത് അപകടകരമായ ശിർക്കാണ്. കൃത്യ സമൂഹത്തെ ഇതാണ് നശിപ്പിച്ചത്. മുസ്ലിങ്ങൾ തങ്ങളുടെ ദൗർഭാഗ്യം കാരണം അവരുടെ ഇങ്ങനെയുള്ള വിശ്വാസത്തെ തങ്ങളുടെ വിശ്വാസത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. मुसलमान में खा वो नबी हो या वली तजवीज न करे और इसी तरह खुदा ताला के അതുകൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെയുള്ള സിഫത്തുകൾ മറ്റുള്ളവരിൽ, അത് നബിമാരായാലും വലിയമായാലും ശരി, ആരോപിക്കരുത്. ഇതേപോലെ അള്ളാഹുവിന്റെ പ്രവൃത്തിയിലും മറ്റുള്ളവരെ പങ്കാളികളാക്കരുത്. ലോകത്ത് കാര്യകാരണങ്ങളുടെ ശൃംഖലയുണ്ട്. के शिरक फिल ചിലർ അതിനെ പൂജിക്കുന്നവരായി മാറുന്നു. അള്ളാഹുവിനെ അവർ മറന്നുപോകുന്നു. തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്നത് ഷിർക്ക് ഫിൽ അസ്ബാബിന്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വസ്തുക്കളിലുള്ള ഗുണങ്ങളെ സംബന്ധിച്ച് या उनकी खास അതും അതിന്റെ ഗുണങ്ങളും जाती हैं बल्कि ये അതിന്റെ സ്വന്തമാണ് എന്ന് ധരിക്കരുത്. माला ने उनमें वतीयत का അതെല്ലാം അള്ളാഹു അതിൽ एक बूटी है ഇട്ടതാണ് എന്ന് മനസ്സിലാക്കണം. തുർബത്ത് ഒരു ചെടിയാണ്. पार हलाक कर देता है, एक जहर है। അത് വയറിളക്കത്തിന് ഉപയോഗിക്കുന്നു. എലിവശം മനുഷ്യനെ അത് നശിപ്പിക്കുന്നു. ഈ ശക്തികളും ഗുണങ്ങളും അതിൽ സ്വയം ഉണ്ടായതല്ല, അള്ളാഹു അതിൽ വെച്ചിരിക്കുകയാണ്. അള്ളാഹു ഗുണങ്ങളെ എടുത്തു കളഞ്ഞാൽ തുർബത്തിൽ ഒരു ഗുണവും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ വിഷം മറ്റുള്ളവരെ നശിപ്പിക്കുകയുമില്ല. അത് കഴിച്ച് ആരും മരിക്കുകയുമില്ല. ചുരുക്കത്തിൽ വസ്തുക്കളുടെ ശൃംഖലയെ അതിരുവിട്ട് കാണരുത്. किसी को शरीक न करे तो तौहीद के ഗുണങ്ങളിലും ദൈവത്തിന്റെ പ്രവർത്തനത്തിലും ആരെയും പങ്കുചേർക്കരുത്. തൗഹീദിന്റെ യാഥാർത്ഥ്യം അപ്പോൾ പ്രകടമാകുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിയെ മുവഹിദ് എന്ന് പറയും. എന്നാൽ സിഫത്തുകളിലും ദൈവിക പ്രവർത്തനങ്ങളിലും മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ അവർ നാവുകൊണ്ട് എത്ര വലിയ തൗഹീദവാദിയാണ് എന്ന് പറഞ്ഞാലും ശരി, അവർ മുവഹിദായിത്തീരുകയില്ല. അങ്ങനെയുള്ള മുഹവിദുകൾ ആര്യന്മാരുമാണ്. അവർ പറയുന്നു ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. ഇത് അംഗീകരിച്ചിട്ടും അവർ പറയുന്നത് वो अपने वजूद ആത്മാവിനെയും പദാർത്ഥത്തെയും അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്നുള്ളതാണ്. അതിന്റെ അസ്തിത്വത്തിലും നിലനിൽപ്പിലും അള്ളാഹുവിനെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. തന്റെ അസ്തിത്വത്തിൽ ഇവർക്ക് സ്വയം ഒരു അസ്തിത്വമുണ്ട് എന്നാണ് റൂഹിനും അതുപോലെ തന്നെ പദാർത്ഥത്തിനും. ഇതിനേക്കാളും വലിയ ശിർക്ക് മറ്റെന്താണ് ഉള്ളത്? ഇതേപോലെ പലരും ശിർക്കും തൗഹീദും തമ്മിൽ വ്യതിരിക്തത കൽപ്പിക്കാത്തവരാണ്. അങ്ങനെയുള്ള പ്രവർത്തികൾ അവരിൽ നിന്നുണ്ടാകുന്നു. मसलन कह देते हैं कि अगर फलां शख्स ശിർക്ക് വ്യക്തമായി കാണുന്ന പ്രവർത്തികൾ അവർ ചെയ്യുന്നു. ഈ വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചേനെ, ഈ പ്രവൃത്തി ശരിയാകുമായിരുന്നില്ല എന്നവർ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് മനുഷ്യൻ കാര്യകാരണങ്ങളെ അതിരുകടന്ന് ആശ്രയിക്കരുത്. സിഫത്തുകളിലും ദൈവിക പ്രവർത്തനങ്ങളിലും ആരെയും പങ്കാളികളാക്കരുത്.
फरमाया कि इंसान में जो कुव्वतें और मलकात अल्लाह ताला ने रखे हैं इनमें वो हद से नहीं बढ़ പറയുന്നു, മനുഷ്യന് അള്ളാഹു വെച്ചിരിക്കുന്ന കഴിവുകളും ഗുണങ്ങളിലും അതിരുവിട്ട് പ്രവർത്തിക്കാൻ മനുഷ്യന് കഴിയില്ല. കണ്ണ് കാണാനും ചെവി കേൾക്കാനും നാവ് സംസാരിക്കാനും രുചിക്കാനുമാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ചെവി കൊണ്ട് കേൾക്കുന്നതിന് പകരം കാണണമെന്നും നാവ് കൊണ്ട് സംസാരിക്കുന്നതിന് രുചിക്കുന്നതിന് പകരം കേൾക്കണമെന്നും പറയാൻ കഴിയില്ല. ഈ അവയവങ്ങളുടെ ഗുണങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രവർത്തികളും സിഫത്തുകളും പരിമിതമല്ല. അവൻ ലൈസ കമിസ്ലി ഷൈഉൻ ആണ്. ഈ തൗഹീദ് പൂർത്തിയാകുന്നത് അള്ളാഹുവിനെ എല്ലാ രീതിയിലും ഏകനും പങ്കുകാരില്ലാത്തതുമായി കരുതുമ്പോഴാണ്. മനുഷ്യൻ തന്റെ യാഥാർത്ഥ്യത്തെ നശിക്കുന്നതും ഇല്ലാതാകുന്നതുമാണ് എന്ന് കരുതുമ്പോഴാണ്. ഞാനും എന്റെ പദ്ധതികളും ഒന്നും അല്ല എന്നവൻ മനസ്സിലാക്കണം. പറയുന്നു, മിൻക എന്നതിനെ കുറിച്ച് പറയുന്നു, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒന്നുമല്ലാത്ത അവസ്ഥ കൈവരിച്ച മനുഷ്യൻ ഒരു പുതിയ ജീവിതം കരസ്ഥമാക്കുകയും പരിശുദ്ധ ജീവിതം ലഭിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, അൻത മിന്നി. ഇത് അവന്റെ സാമീപ്യത്തെ കുറിച്ചുള്ള തെളിവാണ്, അവന്റെ അടുപ്പത്തെ കുറിച്ചുള്ള ഒരു തെളിവാണിത്. ഈ മനുഷ്യനെ തന്റെ തൗഹീദ്, ആദരവ്, മഹത്വം എന്നീ പ്രകടമാക്കുന്നതിന് കാരണമാക്കി തീർക്കുന്നു. അവൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ ദൃക്സാക്ഷിയും ജീവൽ പ്രതീകവുമായിരിക്കും. ഈ രീതിയിൽ അള്ളാഹുവിന്റെ പ്രകടനം അവനിലൂടെ ഉണ്ടാകുന്നു. അള്ളാഹുവിൽ പൂർണ്ണമായി ലയിക്കുമ്പോൾ അള്ളാഹു അവനിലൂടെ പ്രകടമാകുന്നു. അള്ളാഹുവിന്റെ പ്രകടനത്തിന്റെ ഒരു പ്രതിബിംബമായി ആ വ്യക്തി മാറുന്നു. ഈ അവസ്ഥയിൽ അള്ളാഹുവിന്റെ പ്രതിബിംബമായി അവൻ മാറിക്കഴിഞ്ഞാൽ അള്ളാഹു അവനോട് പറയുന്നു, അനമിൻക. അനമിൻക എന്ന ശബ്ദം വരുന്ന മനുഷ്യൻ ലോകത്ത് വരുന്നത് ദൈവാരാധനയുടെ നാമം പോലും ഉയർന്നു പോകുന്ന കാലത്തായിരിക്കും. അനമിൻക എന്ന ശബ്ദം വരുന്ന വ്യക്തി ലോകത്തേക്ക് വരുന്നത് ജനങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും അകന്ന് കഴിയുമ്പോഴായിരിക്കും. അതിന്റെ നാമം പോലും ഉണ്ടാവുകയില്ല. ഈ സമയത്ത് ലോകത്ത് അക്രമവും ദുർനടപ്പും അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഈ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചിരിക്കുകയാണ്. തന്റെ ഫضل ഒന്നുകൊണ്ട് മാത്രം എന്നെ അയച്ചിരിക്കുന്നു. അള്ളാഹുവിനെ മറന്ന് അശ്രദ്ധരായി ജീവിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഞാൻ വന്നത്. അവരെ അറിയിക്കുക മാത്രമല്ല, സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും ക്ഷമയോടും കൂടി ഇതിലേക്ക് വരുന്നവർക്ക് അള്ളാഹുവിനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, അൻത മിന്നി വ അന മിൻക. പറയുന്നു, തൗഹീദിന്റെ ഒരു വശം ഇതുമാണ്, അള്ളാഹുവിന്റെ സ്നേഹത്തിൽ തന്റെ നഫ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും തന്റെ ഇടയിൽ നിന്ന് മാറ്റുക, തന്റെ അസ്തിത്വത്തെ അവന്റെ മഹത്വത്തിൽ ലയിപ്പിക്കുക. സഹാബാക്കളുടെ ഇഖ്ലാസിനെ കുറിച്ച് പറയുന്നു, സഹാബാക്കളുടെ അവസ്ഥ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. അവർ ഉഷ്ണമോ ശൈത്യമോ നോക്കിയില്ല, തങ്ങളുടെ ജീവിതത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അന്തസ്സിനെയും ജീവനെയും വകവെച്ചില്ല, ആടുകളെ പോലെ അറുക്കപ്പെടുകയുണ്ടായി. ഇതുപോലുള്ള ഉദാഹരണം കാണിക്കാൻ എളുപ്പമല്ല. ഈ ജമാഅത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് ഇതിനേക്കാളും വലിയ തെളിവ് എന്താണ് വേണ്ടത്? ജീവൻ നൽകിയവർ ആത്മാർത്ഥത തെളിയിച്ചു. അവരുടെ നഫ്സ് ഈ ലോക ചിന്തയിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിരുന്നു. യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത് പോലെ അവരും ദുനിയാവിനെ ഉപേക്ഷിച്ച് ആഖിറത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രവൃത്തിയിൽ വലിയൊരു ഭാഗം ഈ ലോകത്തിന് വേണ്ടി ഉണ്ടായിരിക്കും. ഇത് ചെയ്യുക അത് ചെയ്യുക എന്ന ചിന്തയിലായിരിക്കും അവർക്കുണ്ട്. പെട്ടെന്ന് നിശ്ചിത സമയം വരുന്നു, അള്ളാഹു ആരെയും പാഴാക്കുകയില്ല. നമ്മുടെ സ്വയം നശിച്ചു എന്ന ആക്ഷേപം തെറ്റാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂബക്കറിന്റെയും മറ്റുള്ളവരുടെയും സമ്പത്ത് എത്രമാത്രമായിരുന്നു? 100 200 അതല്ലെങ്കിൽ അല്പം നൂറുകൾ ആരുടെയും അടുത്തുണ്ടായിരിക്കും. അതിന്റെ ഫലം എന്താണ് അവർക്ക് ലഭിച്ചത്? അവരെ രാജാക്കന്മാരാക്കി, കിസ്ര കൈസറിന്റെ അനന്തരാവകാശികളായി മാറ്റി. അള്ളാഹുവിന്റെ ആത്മാഭിമാനം കുറച്ച് ദൈവത്തിനും കുറച്ച് ശൈത്താനും ഇഷ്ടപ്പെടുന്നില്ല. തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്നത് ദൈവമല്ലാത്തതിൽ ഒന്നും ഉണ്ടാകരുത്. തൗഹീദ് സ്വീകരിക്കുക എന്നത് ഒരു മരണമാണ്. എന്നാൽ ഈ മരണമാണ് ജീവിതം. പറയുന്നു, ഓർക്കുക, ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട്.
അതൊരിക്കലും അവസാനിക്കുകയില്ല. ഇതിനായി നിങ്ങൾ തയ്യാറാവുക. ഈ ദുനിയാവും ഇതിന്റെ പ്രഭാവവും ഇവിടെ അവസാനിക്കും. എന്നാൽ ഇതിന്റെ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും അവസാനമില്ല. ഞാൻ സത്യമായി പറയുന്നു, ആരാണ് ഇതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് വരുന്നത് അവനാണ് മുഅ്മിൻ. ഒരാൾ അള്ളാഹുവിന്റേതായി തീർന്നാൽ അള്ളാഹുവിനെ ഉപേക്ഷിക്കുന്നതല്ല. അള്ളാഹു അക്രമിയാണെന്ന് കരുതരുത്. അള്ളാഹുവിനായി വല്ലതും ഉപേക്ഷിക്കുന്നവൻ അതിനേക്കാളും വളരെ കൂടുതൽ കരസ്ഥമാക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതിയെ മുന്തിക്കുകയാണെങ്കിൽ, മക്കളെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും മക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ധനത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ അത് തീർച്ചയായും നിങ്ങൾക്ക് നൽകും. നിങ്ങൾ രണ്ട് തലത്തിലും പ്രയത്നിക്കരുത്. കാരണം ഒരേ സമയം രണ്ട് തലത്തിലും പ്രവർത്തിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള പ്രയത്നമാണ് നിങ്ങൾ നടത്തേണ്ടത്. അള്ളാഹുവിനായി ലോകത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ദുന്യാവും ലഭിക്കുന്നതാണ്. എന്നാൽ എല്ലാത്തരം ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കണം. പറയുന്നു, ഞാൻ വീണ്ടും പറയുകയാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥ പേര് തൗഹീദാണ്. അള്ളാഹു അല്ലാതെ മറ്റൊന്നും മനുഷ്യ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആക്ഷേപിക്കുന്നവരായി മാറരുത്. എന്ത് തന്നെ പ്രയാസം അവർക്ക് വന്നാലും ശരി, എന്ത് ദുഃഖവും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നാലും ശരി, ഒരിക്കലും പരാതിപ്പെടാൻ പാടില്ല. പ്രയാസം മനുഷ്യന് വരുന്നത് അവന്റെ തന്നെ കാരണം കൊണ്ടാണ്. അള്ളാഹു അക്രമം ചെയ്യാറില്ല. സാത്വികരിലും ചിലപ്പോൾ ബല വരാറുണ്ട്. മറ്റുള്ളവർ അതിനെ പ്രയാസമായി കാണുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ പ്രയാസമായിരിക്കില്ല. അത് അനുഗ്രഹം നൽകാനുള്ള ഒരു മാർഗമാണ്. ഇത് മുഖേന അള്ളാഹുമായുള്ള അവരുടെ ബന്ധം വർദ്ധിക്കുന്നു, അവരുടെ സ്ഥാനം ഉയരുന്നു. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹുമായി ബന്ധമില്ലാത്തവർക്ക് അവരുടെ തന്നെ കയ്യിൽ അവർക്ക് വല്ല വിപത്തും വന്നാൽ അവർ ഒന്നുകൂടെ വഴികേടിലാകുന്നു. അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഫീ ഖുലൂബിഹിം മറളും ഫസാദഹും അല്ലാഹു മറളം. അതിനാൽ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് അവന്റെ ഫضل ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് ബന്ധം വിച്ഛേദിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അള്ളാഹുവിനാൽ സ്ഥാപിക്കപ്പെട്ട ജമാഅത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിനോട് വല്ല ഔദാര്യം ചെയ്യുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ ഫضലാണ്. അവനവർക്ക് അതിനുള്ള തൗഫീഖ് നൽകി ഒരു സമൂഹത്തെ നശിപ്പിച്ച് മറ്റൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അവൻ. ഈ ലോകം ലൂത്തിന്റെയും നൂഹിന്റെയും കാലഘട്ടമാണ്. ശക്തമായ വിപത്ത് ലോകത്തെ വന്ന് നശിപ്പിക്കുന്നതിന് മുമ്പേ അള്ളാഹു തന്റെ കൃപാകടാക്ഷത്താൽ ഇസ്ലാം ആഗ്രഹിച്ചു, ഈ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചു. നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് ഇതിനെ മനസ്സിലാക്കുക. തൗഹീദിന്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പറയുന്നു, നമ്മുടെ ജമാഅത്തെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് തങ്ങളിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്തുക എന്നതാണ്. കാരണം അവർക്ക് പുതിയ ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാരിഫത്തിന്റെ വാദവും പറഞ്ഞും അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് വെറും വാചകമടി മാത്രമായിരിക്കും. നമ്മുടെ ജമാഅത്തിലുള്ളവരെ മറ്റുള്ളവരുടെ അലസത അശ്രദ്ധരാക്കരുത്. നമ്മുടെ ജമാഅത്തിലുള്ളവരെ മറ്റുള്ളവരുടെ അലസത അശ്രദ്ധരാക്കരുത്. ലോകത്തിന് മാതൃക കണ്ട് അവരെ പിൻപറ്റരുത്. ഇത് അവരെയും അലസരാക്കരുത്. അവര് സ്നേഹത്തിൽ പിന്തള്ളപ്പെട്ടവരാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കഠിന ഹൃദയരാക്കരുത്. മറ്റുള്ളവർക്ക് അള്ളാഹുവിനോട് സ്നേഹമില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കാഠിന്യമാക്കരുത്. മനുഷ്യൻ വലിയ വലിയ ആഗ്രഹങ്ങളും പ്രത്യാശകളും വെച്ച് പുലർത്തുന്നു. എന്നാൽ ഗൈബിന്റെ വിധിയെക്കുറിച്ച് ആർക്കാണ് അറിയുക? ജീവിതം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് മുന്നോട്ട് പോവുകയില്ല. ആഗ്രഹങ്ങളുടെ ശൃംഖല ഒന്ന് വേറെയും വിധിയുടേത് മറ്റൊന്നും. അതാണ് യഥാർത്ഥ ശൃംഖല. അള്ളാഹുവിന്റെ പക്കൽ മനുഷ്യന്റെ ജീവിത ചരിത്രം ശുദ്ധമാണ്. അതിൽ എന്തെല്ലാമാണ് എഴുതിവെച്ചത് എന്ന് മനുഷ്യൻ എന്തറിയാം. അതുകൊണ്ട് ഹൃദയത്തെ തട്ടിയുണർത്തിക്കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ആത്മപരിശോധന നടത്തേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഹീദിന്റെ യഥാർത്ഥ ജ്ഞാനം നൽകട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതായി മാറട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ഇത് അബ്ദുൽ കരീം അബ്ബാസ് സാഹിബ് സിറിയയുടേതാണ്. മെയ് 5 വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2005 ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ശേഷം വന്നെങ്കിലും വളരെ മുൻകടന്നു. കുടുംബത്തിൽ ഏക അഹമ്മദിയാണ്. 2009 വസിയത്ത് ചെയ്തു ചന്ദ്ര കൃത്യമായി നൽകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം സാമ്പത്തിക മാന്ദ്യം കാരണം
വിഷമം നേരിട്ടു. നാട്ടിലുള്ള പ്രശ്നം കാരണം അദ്ദേഹത്തിന് വിഷമം നേരിട്ടു. चंदा जरूर भिजवा दिया करते। ദൂരത്താണെങ്കിൽ തന്നെയും ബന്ധുക്കളുടെ കൈകളിൽ ചന്ത കൊടുത്തേക്കുമായിരുന്നു. ഷുഗർ രോഗിയായിരുന്നു. ശരീരം മെലിഞ്ഞതായിരുന്നു. പ്രയാസം വർദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം मुकरम അതിനുശേഷം പിന്നീട് വഫാത്താവുകയുണ്ടായി. अल अदस साहब ने तबलीग മുൽഹിം അൽ അദസ് സാഹിബ് ആണ് അദ്ദേഹത്തെ തബ്ലീഗ് ചെയ്തിരുന്നത്. बैत की उन्होंने तौफीक पाई। പറയുന്നു, പെട്ടെന്ന് അദ്ദേഹം ബയ്യത്ത് ചെയ്തു. ने അദ്ദേഹം എഴുതുന്നു, लिखते हैं कि आपने सच्ची तलाशी हक और आला दर्जे की रूहानियत के സത്യാന്വേഷിയും ആത്മീയ നിലവാരം हक को कबूल कर लिया। ഉന്നതമായതും കാരണം बात ही കൂടുതൽ സമയമെടുക്കാതെ തന്നെ സത്യം സ്വീകരിച്ചു. തബ്ലീഗിന് 1 മാസം കഴിഞ്ഞപ്പോൾ ബയ്യത്ത് ചെയ്തു. ബയ്യത്തിന് ശേഷം അയാൾ സ്വപ്നം കാണുന്നു, മസ്ജിദുൽ കുബായിൽ नमाज വലിയ സഹാബാക്കളോടൊപ്പം सफेद लिबास पहना हुआ है। നമസ്കരിക്കുന്നതാണ്. नमाज के दौरान നമസ്കാരത്തിൽ എല്ലാവരും തന്നെ ശുഭ്രവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നമസ്കാരത്തിൽ എന്റെ അവസ്ഥ വളരെ ആത്മീയമായ നിർവൃതിയിലായിരുന്നു. ഇതിൽ സന്തുഷ്ടനായിരുന്നു. പറയുന്നു, എന്റെ ബയ്യത്തിന്റെ തീരുമാനം ശരിയാണ് എന്നാണ് ഈ സ്വപ്നം പറയുന്നത്. എന്നാൽ തന്റെ വിനയം കാരണം എപ്പോഴും ചോദിക്കാറുള്ളത്, സഹാബാക്കളോടൊപ്പം നമസ്കരിക്കാനുള്ള അർഹത എനിക്കുണ്ടോ? इस बारे में किसी खौफ या मलामत എവിടെയായാലും തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഇതിൽ ഒരു വിധത്തിലുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. कि आप उस इलाके में रहते थे जहाँ के रिहायशी अपने अकायद और आदात के खिलाफ തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു നാട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രോഗിയായിട്ടും ജമാഅത്തുമായി ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. വായിച്ചു, തെളിവ് പഠിച്ചു, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു. നമ്രമനസ്കനായിരുന്നു. और हर कोई हज़रत मसीह मौद രോഗം ഒരു തടസ്സമല്ല എന്ന് എപ്പോഴും തെളിയിച്ചിരുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം എത്തിക്കാൻ എല്ലാവർക്കും ഭാഗവാക്കാകാം എന്നും തെളിയിച്ചിരുന്നു. മസീഹ് മൗദിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ बहादुरी से करते കണ്ണുകൾ നിറയുമായിരുന്നു. സത്യം സധൈര്യം പറഞ്ഞിരുന്നു. ഇത്രയും വെലിഞ്ഞ ഒട്ടിയ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞുമായിരുന്നില്ല. വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം കുടുംബാംഗങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി. അവർ അഹമ്മദികളായിരുന്നില്ല. അഹമ്മദികൾക്ക് അവിടെ ജനനമസ്കരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ ജനാസ ഗായബ് നമസ്കരിച്ചു. നാമം നമസ്കരിക്കുന്നതാണ്. ആനി താഹിർ സാഹിബ് എഴുതുന്നു, വളരെ മുഖലിസായ ആളായിരുന്നു. 2009 എനിക്കായി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സമയം കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിഷയം അയച്ചു തന്നാൽ മതി, ഞാൻ സ്വയം ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ഒരു വെബ്സൈറ്റ് അദ്ദേഹം ഡിസൈൻ ചെയ്തു. ജമാഅത്തിൽ സേവനം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. लिखा है कि मरहूम മജീദ് ആമിർ സാഹിബ് പറയുന്നു, हज़रत मसीह मौद अलैहिस्सलाम की उर्दू എന്നോടൊപ്പം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉറുദു പുസ്തകങ്ങൾ അറബി തർജ്ജമ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആവർത്തിച്ച് വായിക്കുന്നതിലും സഹായിച്ചു. വളരെയധികം ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി ഈ പെട്ടെന്ന് ജോലി തീർക്കുന്ന ആളായിരുന്നു. രോഗത്തെ ഒരിക്കലും തന്നെ ഇതിന്റെ തടസ്സമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. രോഗത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികൾ വായിച്ച് സൗഭാഗ്യമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മീയ നിർഭരമായ ഈ അധ്യാപനങ്ങൾ വേഗം അറബി ഭാഷയെ തർജ്ജമ ചെയ്യേണ്ടതാണ്. അവരും ഇതിൽ നിന്ന് ഫലമെടുക്കട്ടെ, ഹിദായത്ത് ലഭിക്കുകയും ചെയ്യട്ടെ. ഖിലാഫത്തിനോടുള്ള സ്നേഹത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ, സ്നേഹത്തോടെ വർത്തിക്കട്ടെ. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر
بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.